ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ദൈവകരുണയുടെ തിരുനാളിന് നമ്മൾ ഒരുമിച്ച് ഒരുങ്ങുകയാണ്. ഈ ഒരുക്കത്തിൻ്റെ ഈ ദിവസം നമ്മൾ വിചിന്തനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവകരുണയിൽ ശരണപ്പെടാം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. ദൈവകരുണയിൽ ശരണപ്പെടാം. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യമുണ്ട്, ആരാണ് ദൈവകരുണയിൽ ശരണപ്പെടുന്നത്? ഉത്തരം എങ്ങനെയാണ്? പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാരോ അവരാണ് ദൈവകരുണയിൽ ശരണപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ആത്മീയ ജീവിതത്തിലെ ഒരു പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ദൈവകരുണയിൽ ശരണപ്പെടുക. അങ്ങനെ നമ്മൾ ദൈവകരുണയ്ക്ക് വേണ്ടി ശരണപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ ഉള്ള വലിയ ഒരു മനോഭാവം എന്ന് പറയുന്നത് ദൈവാശ്രയ ബോധമാണ്. ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുവനിൽ ദൈവത്തിന്റെ കൃപ ഒഴുകുന്നതിന് അത് കാരണമാവുകയാണ്. ദൈവാശ്രയ ബോധത്തോടെ ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവത്തിന്റെ കൃപ വന്ന് ഒഴുകുകയാണ്. അങ്ങനെയെങ്കിൽ കൃപ നിറഞ്ഞ വ്യക്തികൾ വ്യത്യസ്തരും വിശുദ്ധരുമായ ഒരു ജീവിതശൈലിയാണ് അവർ നയിക്കുക. കൃപ നിറഞ്ഞ വ്യക്തികൾ വ്യത്യസ്തവും വിശുദ്ധവുമായ ജീവിതമായിരിക്കും അവർ നയിക്കുക. ഒരു കാര്യം ഓർക്കുക, ഈശോ ആഗ്രഹിക്കുന്നത് കൃപകൾ ചോദിച്ചു വാങ്ങുന്ന ജീവിതങ്ങളെയാണ്, ഹൃദയങ്ങളെയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ സന്നിധിയിൽ ശരണപ്പെടുമ്പോൾ, ആ കരുണയുടെ 3 പ്രത്യേകതകളെ ഈ സമയം നമുക്ക് ഓർക്കാം. ഒന്നാമതായി ഒരു പ്രത്യേകത, നമ്മിലെ ചില കാരണങ്ങളാൽ ദൈവസന്നിധിയിൽ നമ്മൾ ശിക്ഷാർഹനാണെങ്കിൽ പോലും നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ചില കാരണങ്ങളാൽ ദൈവസന്നിധിയിൽ ശിക്ഷാർഹരാണെങ്കിൽ പോലും നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, യാക്കോബ്സിൽ എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ശരണപ്പെടുമ്പോൾ തീർച്ചയായും എളിമയോടുകൂടി ജീവിതത്തിൽ ദൈവത്തെ ശരണപ്പെടുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ കരുണയുടെ രണ്ടാമത്തെ പ്രത്യേകത അതാണ്. മൂന്നാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ കരുണയ്ക്ക് മാറ്റമില്ല. ദൈവത്തിന്റെ കരുണയ്ക്ക് മാറ്റമില്ല. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആ സ്വഭാവത്തിന്, കരുണയുടെ സ്വഭാവത്തിന് മാറ്റമില്ല. ഈ 3 പ്രത്യേകതകൾ, ദൈവത്തിന്റെ കരുണയുടെ 3 പ്രത്യേകതകൾ മനസ്സിലുണ്ടാകും. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ചില വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായി ദാവീദ് രാജാവ്. ദാവീദ് രാജാവ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 51:1, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാതിരേയത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന. രണ്ടാമതായി നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒരു ചുങ്കക്കാരന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നു. അവിടെയും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. ഒരു പരിപൂർണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയത്തിന്റെ പ്രാർത്ഥനയാണ്, വാക്കുകളാണ് അവ. മൂന്നാമതായി നമ്മൾ കാണുന്നത് നമുക്ക് വളരെ സുപരിചിതമായ ധൂർത്തപുത്രന്റെ ഉപമയിലെ കഥാപാത്രമാണ്. അവന്റെ തിരിച്ചുവരവിനെ കരുണ കൊണ്ട് ആഘോഷിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു പിതാവിനെ നമ്മൾ കാണുന്നു. തിരിച്ചുവരവിനെ, ഒരു പൂർണ്ണതയിലേക്കുള്ള തിരിച്ചുവരവിനെ ദൈവം ആഘോഷിക്കുന്നു, അനുഗ്രഹിക്കുന്നു, കരുണ കൊണ്ട് പൊതിയുന്നു. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ ദൈവത്തിന്റെ കരുണയിൽ ശരണപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, ചുറ്റുപാടുകളെ, ഞാൻ ഈ ദിവസങ്ങൾ എടുക്കുന്ന പുതിയ തീരുമാനങ്ങളെ, ഉത്തരവാദിത്തങ്ങളെല്ലാം ദൈവകരുണയ്ക്ക് സമർപ്പിച്ച് അവിടത്തിൽ ശരണപ്പെട്ട് എളിമയോടുകൂടി, വിനയത്തോടുകൂടി, ശാന്തതയോടുകൂടി കർത്താവിനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വീകരിക്കാം. നമുക്ക് പരിശ്രമിക്കാം. ദൈവം തൻ്റെ കരുണ കൊണ്ട് നമ്മെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.